എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ എസ് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. ഒരു പങ്ക്തിയായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ന്യൂ PSC ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു ടൈറ്റിലിൽ, പുതിയ അല്ലെങ്കിൽ പുത്തൻ PSC ചോദ്യങ്ങൾ എന്നുള്ള ടൈറ്റിലിൽ നിങ്ങൾക്കത് ലഭ്യമാകും. അതിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് PSC പുതുതായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പൂളിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ള ചോദ്യങ്ങൾ, പുതിയ ചോദ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ അകത്തൊരു ചെറിയ വിശകലനം, ഒരു 5-10 മിനിറ്റിനുള്ളിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, മുമ്പ് PSCയുടെ ആവർത്തന സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ ഒരു 2020 വരെ ഒരു കോമൺ പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അത്തരം ചോദ്യങ്ങളെല്ലാം പിൻവാങ്ങുകയും പുതിയ കുറേ ചോദ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം, SCERT ടെക്സ്റ്റുകൾ പരിഷ്കരിച്ച ശേഷം അതിനുള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് PSC സിലബസ് അനുസരിച്ചിട്ട് ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പോൾ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, കേരള ഭരണം, അതുപോലെ തന്നെ പോളിറ്റി, സിവിക്സ്, ജോഗ്രഫി, എക്കണോമിക്സ്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട്, അതായത് നമ്മുടെ SCERT പാഠ്യപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിപ്പോൾ 2ാം തവണയാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അത് ചോദിച്ചിരിക്കുന്നത് ഇപ്പം റീസെൻ്റ്ലി കൺക്ലൂഡ് ചെയ്ത് 2025 അവസാനം നടന്ന പരീക്ഷകളിലൊന്നായ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ഈ പരീക്ഷയിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കാറ്റഗറി നമ്പർ 167/25. ഓക്കെ, അപ്പം ഈ ചോദ്യം കൃത്യമായും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു അബ്സ്ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കൃതിയിൽ നിന്നൊരു ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സായിട്ട് ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം, ഇംഗ്ലീഷിലാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്നാണ് നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് നിശബ്ദതയുടെ മറുവശം എന്നതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ആ SCERTയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പോർഷൻ. ഓക്കെ, അതിലോട്ട് വരാം. അതിനു മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു പുതിയ ചോദ്യമാണ്. പണ്ടത്തെ ക്വസ്റ്റ്യൻ, പഴയ റാങ്ക് ഫയലിലൊന്നും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഇത് എവിടെന്നെങ്കിലും റാൻഡമായിട്ട് സിലബസിൽ ഈ പോർഷൻ, അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സിലബസിൽ ഉൾപ്പെട്ടതുകൊണ്ട് റാൻഡമായിട്ട് എടുത്തിട്ടതുമല്ല. അതിന് വ്യക്തത നൽകാൻ വേണ്ടിയാണ് ഇത് SCERTയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് സിലബസിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സബ് ടോപ്പിക് ലെവലിലാണ്. അപ്പം അതിൻ്റെ ടോപ്പിക് എന്താണ്, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിനെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ ഏത് മൊഡ്യൂളിനെ മുൻനിർത്തിയാണ്. അപ്പം ഇത് ഇന്ത്യ ചരിത്രം എന്ന മൊഡ്യൂളിനെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ സിലബസിലെ ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ ഏത് പോർഷനിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇത്? സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്നുള്ള പോർഷനിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം? ആ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്ന് പറയുമ്പം അത് വിഭജനത്തിൻ്റെ കാലഘട്ടം കൂടിയാണ്. ആളുകൾ ഡിസ്പ്ലേസ്ഡായി, ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിക്കിൾസും കാര്യങ്ങളും ഒക്കെ ഇന്ത്യയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യ വിഭജനം എന്നത്, നമ്മൾ ഈ ചരിത്ര പുസ്തകങ്ങളിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു, ഇന്ത്യ പാകിസ്ഥാനുമായി മാറി എന്നതിനപ്പുറം ആ വിഭജനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊണ്ടതിനപ്പുറം അതിൻ്റെ സങ്കീർണതകളെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ആർട്ട് ഫോംസ് ഉണ്ട്. ഇപ്പോൾ ലിറ്ററേച്ചർ ആണെങ്കിലും ശരി, സിനിമയാണെങ്കിലും ശരി. അത്തരത്തിലൊന്നാണെന്ത് നമ്മുടെ ഉർവശി ബട്ടാലിയയുടെ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്നുള്ളത്. സോ ഉർവശി ബട്ടാലിയ ഒരു എഴുത്തുകാരിയാണ്, ഒരു ഫെമിനിസ്റ്റാണ്. സോ അവർ നടത്തിയ അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി നടത്തിയ ഒരു റിസർച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് എഴുതിയ ഒരു കൃതിയാണ് ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്നുള്ളത്. ഏകദേശം ആ കാലഘട്ടത്തിൽ ഇരുഭാഗങ്ങളിലും ജീവിച്ചിരുന്ന വ്യക്തികളിലൂടെ, പ്രധാനമായിട്ടും സ്ത്രീകളിലൂടെ കടന്നു ചെന്നുകൊണ്ട് ഉർവശി ബട്ടാലിയ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വർക്കാണ് ദ അതർ സൈഡ് ഓഫ് സൈലൻസ്, അല്ലെങ്കിൽ നിശബ്ദതയുടെ മറുവശം എന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചോദ്യം എന്താണ്? ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഇന്ത്യ വിഭജനമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ C ആണ്, ചെന്നൈയാണ്. ഓപ്ഷൻ C, ഇന്ത്യ വിഭജനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കണം നിങ്ങൾ SCERT വായിക്കുമ്പോൾ. അപ്പോൾ അതിനായിട്ടാണ് നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസിനെ പരിശോധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സമാനമായിട്ടുള്ള ടോപ്പിക്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ SCERTയിൽ സോഴ്സസ് ആയിട്ട് ഇവിടെ കണ്ടില്ലേ,
ഇതൊരു ഒരു ഒരു ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പോർഷനായിട്ടോ ആണ് ടെസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്, അപ്പം ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻ എൻ്റെ സിലബസിൽ ഏത് ഭാഗത്ത് ഇത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും? അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നിന്നൊരു ചോദ്യം വരില്ലേ? അത്തരത്തിലൊരു പ്രസിഡൻസ് നമുക്ക് കിട്ടിയിരിക്കുകയാണെന്ന് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയത്. അപ്പോൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് നമ്മുടെ പ്രിപ്പറേഷനിലൂടെ തന്നെ നമുക്ക് എന്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും? ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങളത് പെയിൻഫുള്ളായിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ ആ ചുമതല വൊക്കാസ്പീഡിയയ്ക്ക് തരിക. നമ്മുടെ ഒരു റിസർച്ച് ടീം അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് സിലബസിനെ ഡീകോഡ് ചെയ്തുകൊണ്ട് SCRT പ്രിപ്പറേഷനെ എങ്ങനെ ഫലവത്തായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ഉദ്യമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവഞ്ച്വലി ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കണ്ട് തന്നെ ഇതൊന്ന് മെമ്മറൈസ് ചെയ്ത് പോയാൽ മതി. പിന്നെ ഇവഞ്ച്വലി നിങ്ങളുടെ ഇത്തരം ബുക്സ്, പ്രത്യേകിച്ച് 10th 12th ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ചരിത്ര പുസ്തകങ്ങൾ നിങ്ങൾ SCRT റിലേ ചെയ്യുമ്പം മീനിങ് ഫുള്ളായിട്ട് അത് വായിക്കാൻ ഇത്തരം ഇൻ്റർവെൻഷൻസ്, ഇത്തരം ഇടപെടലുകൾ, ഇത്തരം ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആഡ് ഓൺ നോട്ട്സ്, ഇത് നമ്മുടെ സിലബസ് SCRT മെറ്റീരിയലുള്ളതല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി. സോ ഈ സ്ലൈഡ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യനും അതിൻ്റെ സോഴ്സും അതിൻ്റെ ഡീകോഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.